ഞാൻ ഈ ഇടുക്കി ജില്ലയിലൂടെ വണ്ടിയെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് മത്തായി കൊക്കയിലോട്ട് പോകാൻ തുടങ്ങുകയാണെങ്കിൽ ഈ അരയടി താഴ്ചയിലേക്ക് വീഴുന്ന പോലെ അല്ല നിങ്ങൾ ആലോചിക്കണം. അതൊരു സീരിയസ് ഇഷ്യൂ ആണ്, ഇല്ലേ? അപ്പോൾ ഇതുപോലെ ഒരു കൊക്കയിലേക്ക് മറിയുന്ന അത്രയും അത് എന്തുകൊണ്ടാണ് കൊക്കയിലേക്ക് മറിയുന്ന ഒരു സീരിയസ് ഇഷ്യൂ ആകാൻ കാര്യം? അതിൻ്റെ കോൺസിക്വൻസ് ആണ്. എൻ്റെ മുറിയിലെ താഴത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡൈനിങ് റൂമിലേക്ക് ഇറങ്ങുമ്പോൾ ഈ അരയടി അല്ലെങ്കിൽ 6 ഇഞ്ച് ഇല്ല, ഒരു 4 ഇഞ്ചിൻ്റെ ഡിഫറൻസ് കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള അപകടം ഇത്രയ്ക്കിത്രേ ഉള്ളൂ. പക്ഷേ മത്തായി കൊക്കയിലേക്ക് മറിയുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് അത് ഭയങ്കര ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഇതേപോലെ തന്നെ ഫെയ്ത്ത് എന്ന് പറയുന്നത് വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫെയ്ത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതായത് അദൃശ്യ ആത്മലോകത്തിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ നമ്മൾ ആത്മാവിൽ കാര്യങ്ങളെ ഉറപ്പാക്കുന്ന ആ വിശ്വാസത്തിൻ കൊണ്ടല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം എന്ന് പറയുന്നത്. പത്രോസിനെ യേശു കണ്ടുമുട്ടുമ്പോഴത്തേക്ക് പത്രോസ് കർത്താവിനോട് പറയുന്നത്, കർത്താവേ എന്നെ വിട്ടുപോകണമേ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളെ ശിക്ഷിക്കാൻ കഴിവുള്ള ദൈവപുത്രനാണ് മുന്നിൽ നിൽക്കുന്ന എന്ന അദൃശ്യ യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്. നസറത്തിലെ തച്ചൻ്റെ മകനായ യേശുവിനോട് അവൻ ഒരിക്കലും പറയത്തില്ല, നീ എന്നെ വിട്ടുപോകണമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. നസറത്തിലെ തച്ചൻ്റെ മകനായ യേശു ഒരു ദൃശ്യ യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ തച്ചൻ്റെ മകൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള, അവൻ ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവാണ് അദൃശ്യ യാഥാർത്ഥ്യം. ഏതാണ് പ്രാധാന്യം അർഹിക്കുന്നത്? ദൃശ്യ യാഥാർത്ഥ്യമല്ല, അദൃശ്യ യാഥാർത്ഥ്യമാണ്. കാരണം നസറത്തിലെ തച്ചൻ്റെ മകനായ യേശു വരുന്നത് താൽക്കാലികമാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് നിത്യ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ആ നിത്യതയുടെ ലോകത്തിലേക്ക് കണ്ണുകൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അത് കാണാനും അതിലേക്ക് പ്രവേശിക്കാനും കഴിയുമ്പോൾ മാത്രമേ ശരിയായിട്ടുള്ള അനുതാപം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് കരഞ്ഞു പറയുന്നത്, എന്നെ വിട്ടുപോകണം. എന്തുകൊണ്ട് വിട്ടുപോകണം? കാര്യം ശിക്ഷിക്കുവാൻ യോഗ്യതയുള്ള ദൈവമാണ് മുന്നിൽ നിൽക്കുന്നെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് വിട്ടുപോകണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിട്ടുപോകണമെന്ന് പറയത്തില്ല. മീൻ കിട്ടിയപ്പോൾ ആരും പറയും എന്നെ വിട്ടുപോകരുതെന്ന്. എന്നാൽ മീനിനപ്പുറത്തുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്നെ വിട്ടുപോകണമേ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറൻസ് നോക്കുക. പാപമോചനം എന്ന് പറയുന്നത് ഒരു അദൃശ്യമായ യാഥാർത്ഥ്യമാണ്. ഈ വീണ്ടും ജന്മം എന്ന് പറയുന്നത് ഒരു അദൃശ്യ യാഥാർത്ഥ്യമാണ്. ആത്മീകമായി ദൈവത്തോട് ചേർന്ന് നടക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന് പറയുന്നത് ഒരു അദൃശ്യ യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ ചലനങ്ങൾ ദൃശ്യലോകത്തിൽ കാണാമെങ്കിലും ഈ അദൃശ്യ ലോകത്തിലേക്ക് കടക്കാനാണ് നമുക്ക് ഫെയ്ത്ത് ആവശ്യമായിരിക്കുന്നത്. വേർ റീസൺ ഫെയിൽസ്, ഫെയ്ത്ത് സ്റ്റെപ്സ് ഇൻ. യുക്തി പരാജയപ്പെടുന്നിടത്ത്, യുക്തി അറച്ചു നിൽക്കുന്നിടത്ത് വിശ്വാസം ഇടിച്ച് കയറി ചെല്ലുന്നതാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. ദൃശ്യലോകത്തിലെ ഓരോ കാര്യത്തിനും അദൃശ്യലോകത്തിൽ ഒരു എഫക്റ്റ് ഉണ്ട്. നമ്മൾ ദൃശ്യലോകത്തിൽ കാണുന്ന കാര്യങ്ങളല്ല അദൃശ്യലോകത്തിൽ സംഭവിക്കുന്നത്. ഞാൻ എൻ്റെ ചില മെസ്സേജസിലൊക്കെ പല മെസ്സേജസിലും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പൗലോസ് വിവരിക്കുന്നതായ കൊലോസ്യരുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ പല സീഡികളിലും ഞാനത് ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ചതിനെക്കുറിച്ച് പറയുകയാണ്. ക്രൂശിൽ നമ്മൾ കാണുന്നത് എന്താണ്, യഥാർത്ഥത്തിൽ ക്രൂശിൽ സംഭവിച്ചത് എന്താണ്, ദൃശ്യലോകത്തിൽ കാണുന്നത് എന്താണ്, അദൃശ്യ ലോകത്തിൽ സംഭവിച്ചത് എന്താണ്. ദൃശ്യലോകത്തിൽ കാണുന്നത് എന്താണെന്ന് നമുക്കറിയാം. ദൃശ്യലോകത്തിൽ യേശു കർത്താവ് 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്നു. അവൻ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറക്കം നിലവിളിച്ചു, പ്രാണനെ വിട്ടു. ഒരു പരസ്യ കോലമായി ജനങ്ങൾ അവനെ കാണുമ്പോൾ മുഖം മറയ്ക്കത്തക്ക രീതിയിൽ അവൻ വിരൂപനായി തീർന്നു. ദൃശ്യലോകത്തിൽ യേശു ഒരു പരാജയമായിട്ട് മനുഷ്യർക്ക് തോന്നുന്നു. കടന്നുപോയ എല്ലാവരും അവനെ നോക്കി പരിഹസിച്ചു. എന്തുകൊണ്ടാണ് പരിഹസിക്കാൻ കാര്യം? ഇവൻ എന്തെല്ലാം അവകാശവാദങ്ങൾ മുഴക്കി, വല്ലോ നടന്നോ? ഇതല്ലേ എത്ര വലിയ അവകാശവാദം മുഴക്കിയാലും ഇതിൻ്റെ അനന്തരഫലം. ആളുകൾ പറഞ്ഞു, നീ പറഞ്ഞല്ലോ നീ എല്ലാവരും രക്ഷിക്കാൻ വന്നാണെന്ന്, എന്നാൽ നിന്നെ തന്നെ രക്ഷിക്ക്, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. ഇതൊക്കെ കേട്ടിട്ട് നിസ്സഹായനായി ക്രൂശിൽ കിടക്കുന്നവനായ ഒരു യേശു. ഇതാണ് ദൃശ്യലോകത്തിലെ യാഥാർത്ഥ്യം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ നടന്ന ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്ന സംഭവം വിവരിക്കാൻ വിശ്വാസത്തിൻ്റെ തേരിലേറി ആ ചരിത്രത്തിനപ്പുറത്തേക്ക് ഗ്രന്ഥകാരൻ കടന്നുപോയതുപോലെ യേശു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ അദൃശ്യലോകത്ത് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് പൗലോസ്
വിശ്വാസത്തിൻ്റെ തേരിൽ കയറി ക്രൂശീകരണ സമയത്ത് സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ അദൃശ്യതയിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഒരു പരിശ്രമം നടത്തിയിട്ട് എഴുതിയതാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളോടെ വായിക്കുമ്പോൾ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇതിലൊന്നുപോലും ദൃശ്യലോകത്ത് നടന്നിട്ടില്ല. പൗലോസ് പറയാണ്, ക്രൂശിൽ എന്താണ് തറച്ചിരിക്കുന്നത്? നമ്മൾ നോക്കുമ്പോൾ എന്താ തറച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ തറച്ചിരിക്കുന്നു. പക്ഷേ പൗലോസ് നോക്കിയിട്ട് പറയാ, അവിടെ തറഞ്ഞു കിടക്കുന്നത് ഒരു കടലാസ് കഷണമാണ്. എന്ത്? ഒരു ബോണ്ട്. എന്ത് ബോണ്ട്? നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ഒരു ബോണ്ട്. എന്താണ് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ബോണ്ട്? അതായത് നമ്മളെ തന്നെ പാപം ചെയ്തപ്പോൾ പിശാചിന് എഴുതി കൊടുത്ത ബോണ്ട്. വേദോസം പഠിപ്പിക്കുന്നു, പാപം ചെയ്യുന്നവനൊക്കെയും പിശാച് എന്ന പിതാവിൻ്റെ മകൻ. നമ്മൾ പാപം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മളൊരു ബോണ്ട് എഴുതി കൊടുക്കുകയാണ് പിശാചിന്, ഞാൻ നിന്റെ വകയാണെന്ന്. അതാണ് വേദോസം പഠിപ്പിക്കുന്നത്. ആദാം പാപം ചെയ്തപ്പോൾ ആദാം എന്ത് ചെയ്തു? ഒരു ബോണ്ട് എഴുതി കൊടുത്തു പിശാചിന്, ഐ ബിലോങ് ടു യു. കാര്യം പാപം ചെയ്യുന്നവനൊക്കെയും പിശാച് എന്ന പിതാവിൻ്റെ മകൻ. അപ്പോൾ അന്ന് മുതൽ ആദാമിനോടും ആദാമിന്മേലും ആദാമ്യ വർഗത്തിന്മേലും ആർക്ക് പിടിയുണ്ട്? പിശാചിന് പിടിയുണ്ട്. പിശാചിൻ്റെ പിടി എന്താണ്? നമ്മൾ എഴുതി കൊടുത്തതായ ബോണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ലിസ്റ്റ്. ന്യായപ്രമാണം നമുക്കെതിരാണെന്നല്ല വേദോസം പറയുന്നത്. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്, ആ കൈയെഴുത്ത് ന്യായപ്രമാണമല്ല. ആ കൈയെഴുത്ത് എന്താണ്? ആ കൈയെഴുത്ത് നമ്മൾ തെറ്റിച്ച ന്യായപ്രമാണമാണ്. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചാണ് നമ്മൾ കോടതി ഒരാൾക്ക് ശിക്ഷ വിധിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ പീനൽ കോഡ് മാനമര്യാദയ്ക്ക് നടക്കുന്നതിന് എതിരൊന്നുമല്ല. ആർക്കാണ് ഇന്ത്യൻ പീനൽ കോഡ് വിരോധമാകുന്നത്? ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്നതായ നിയമങ്ങൾ അനുസരിക്കാത്ത വ്യക്തിക്കാണ്. അതുകൊണ്ട് ഭരണഘടന ഒരിക്കലും ഒരു രാജ്യത്തിലെ ഒരു വ്യക്തിക്കും എതിരല്ല. നിയമങ്ങൾ ഒരിക്കലും, ലോ ഒരിക്കലും എന്തല്ല, ഒരു വ്യക്തിക്ക് എതിരല്ല. പക്ഷേ ലോ തെറ്റിക്കുമ്പോൾ അത് നമുക്കെതിരെ ഒരു കുറ്റപത്രമാവുകയാണ്. ഇവിടെ ലോയേഴ്സ് ഉണ്ടല്ലോ. എന്താണ് ഒരു വിധിന്യായത്തിൽ പറയുന്നത്? ഇന്ത്യൻ പീനൽ കോഡിലെ ഇന്ന നിങ്ങൾ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഇന്ന നിയമങ്ങൾ നിങ്ങൾ തെറ്റിച്ചതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിലെ ഇന്ന വകുപ്പുകൾ വെച്ച് നിങ്ങൾ ഇന്ന ശിക്ഷയ്ക്ക് യോഗ്യനാണെന്നാണ്, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് വിരോധമായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റാണ്. അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടിയിരുന്ന നന്മ ചെയ്യാതിരുന്നതും ചെയ്യരുതാത്ത തിന്മ ചെയ്തതുമായ അവൻ്റെ സിൻസ് ഓഫ് കമ്മീഷനിങ്, സിൻസ് ഓഫ് ഒമിഷൻ, ഈ പാപങ്ങളുടെ ലിസ്റ്റാണ് നമുക്ക് വിരോധമായിരിക്കുന്ന കൈയെഴുത്ത്. ഈ വിരോധമായ കൈയെഴുത്ത് പിശാചിൻ്റെ കയ്യിൽ എന്നുണ്ടെങ്കിലും പിശാചിന് എന്ത് ചെയ്യാൻ പറ്റും? അവന് നമ്മുടെ മേൽ അവകാശം ഉണ്ട്. അതുകൊണ്ട് പിശാചിന് നമുക്കെതിരെയുള്ള ആയുധം എന്ന് പറയുന്നത് കൊമ്പും വാലും ഒന്നുമല്ല. പാതിരാത്രി വന്ന് നിങ്ങളെ പേടിപ്പിക്കാൻ വരുന്ന കൊമ്പ് കൊണ്ട് ഇടിക്കുകയോ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിടുന്നോ ഒന്നും അല്ല നിങ്ങൾക്ക് വിരോധമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കുഴിച്ചിട്ടേച്ച് പോട്ടെ, ഭൂമിക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും കുഴിച്ചിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും പറ്റാനൊന്നുമില്ല. വെറുതെ മനുഷ്യൻ കാശുണ്ടാക്കാൻ വേണ്ടി മന്ത്രവാദികളും പണം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് പ്രവാചകന്മാരും ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ കുഴിച്ചിട്ടുണ്ട്, ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം പണം ഉണ്ടാക്കാനുള്ള ഓരോ മാർഗ്ഗമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആരെ കൊണ്ട് ഇത് എടുപ്പിക്കുകയൊന്നും വേണ്ട. അവിടെ കിടന്നോണ്ടെന്നേ അത് തുരുമ്പെടുത്ത് പോകത്തേ ഉള്ളൂ. നിങ്ങൾക്കൊന്നും പറ്റത്തൊന്നുമില്ല. ചുമ്മാ വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട് ഓരോരുത്തർ കണ്ടുപിടിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ആ വിചാരം യാക്കോബിനോട് ഫലിക്കുകയില്ല. ഇത് നിങ്ങൾ പാട്ടൊക്കെ പാടും, ആ വിചാരം യാക്കോബ് ചുമ്മാ പറഞ്ഞേച്ചാൽ അത് കഴിയുമ്പോൾ ആരാണ്ട് എനിക്ക് ഏതാണ്ട് ചെയ്തെന്നൊക്കെ. ഇതെന്ത് ഈ രണ്ടും കൂടെ പറയില്ല. ഒന്നിൽ ഈ പാട്ട് പാടുന്ന നിർത്തണം, ഇത് രണ്ടും കൂടെ പറയരുത്. എനിക്കെതിരെ ആരാണ്ട് ഏതാണ്ട് ചെയ്തെങ്കിൽ ചെയ്യട്ടെ. ഞാൻ ബ്ലാക്ക് മജീഷ്യൻസിൻ്റെ കൂടാരമാണ് ആഫ്രിക്ക, നിങ്ങൾക്കറിയാമല്ലോ. ആ ആഫ്രിക്കയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് സാധാരണ ആളുകളെ വെല്ലുവിളിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ മന്ത്രവാദിയെ വിളിച്ച് ഏറ്റവും വലിയ മന്ത്രവാദം നിങ്ങൾ എനിക്കെതിരെ ചെയ്തു. നിങ്ങൾ എന്തോ മന്ത്രവാദം ചെയ്ത് എന്തോ ഭക്ഷണം തന്നാലും മുട്ടയ്ക്കകത്ത് എന്തോലും ചെയ്ത് തന്നാലും ഞാൻ തിന്നോളാം, ചീമൊട്ടയാകരുതെന്നുള്ളതേ ഉള്ളൂ. എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല. ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാനൊരു ദൈവവൈതലാണ്. എനിക്കിത് സംഭവിക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല. ഇത് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നതിൻ്റെ കാര്യം അവിടുത്തെ വിശ്വാസികളും ഈവൻ പാസ്റ്റർമാർ പോലും ശരിക്കും ബ്ലാക്ക് മജീഷ്യൻസിനെ അവർക്ക് പേടിയാണ്. അവരുടെ കുറ്റമല്ല, കാര്യം അവരത് കണ്ടാ വളരുന്നത്. എന്നാൽ ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ, നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മന്ത്രവാദത്തെ ഭയപ്പെടത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല
നിങ്ങൾക്കെതിരെയുള്ള സാത്താൻ്റെ ആയുധം. സാത്താന് നിങ്ങൾക്കെതിരെയുള്ള ആയുധം തകിടല്ല. സാത്താന് നിങ്ങൾക്കെതിരെയുള്ള ആയുധം പൂവും അരിയും തുളസിപ്പൂവും ഒന്നുമല്ല. സാത്താന് നിങ്ങൾക്കെതിരെയുള്ള ആയുധം എന്നാണെന്നറിയാമോ? നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ലിസ്റ്റാ. അത് സമ്മതിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് പിന്നെ പൂവും കായും ഒക്കെയാന്ന് പറയുന്നു. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ലിസ്റ്റാണ് നമുക്കെതിരെയുള്ള പിശാചിൻ്റെ ആയുധം എന്ന് പറയുന്നത്. കാര്യം അത് കയ്യിലുള്ളിടത്തോളം കാലം പിശാചിന് എപ്പോൾ വേണമെങ്കിലും എൻ്റെ മേൽ അവകാശവാദം മുഴക്കാം, ഞാൻ മരിച്ചു ചെന്നാലും. പക്ഷേ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ ലിസ്റ്റിങ് വാങ്ങിച്ചു. ഈ ലിസ്റ്റ് വാങ്ങിച്ചിട്ട് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഒരു പാരഫ്രൈസ് വേർഷനിൽ പറയുന്നത്, ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ബ്ലഡ് ആൻഡ് നെയിൽഡ് ഇറ്റ് ടു ദ ക്രോസ്. അവനത് ക്രൂശിൽ തറച്ചിട്ട് അതിലെ അക്ഷരങ്ങളെ അവൻ ഒപ്പിയെടുത്തെന്ന്. നമ്മൾ ഈ ഇവിടെ പേപ്പർ മില്ലുണ്ടല്ലോ, പേപ്പർ മില്ലിലെ നമ്മൾ റീസൈക്കിൾ ചെയ്യുമ്പോഴത്തേക്ക് ന്യൂസ് പ്രിൻ്റൊക്കെ റീസൈക്കിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റീസൈക്കിൾ ചെയ്താലും പേപ്പർ നമ്മുടെ കിട്ടുമ്പോഴത്തേക്ക് വൈറ്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മളിത് റീസൈക്കിൾ ചെയ്യുന്നതിന് മറ്റൊരു പ്രോസസ്സുണ്ട്, ഡീ ഇങ്കിങ് എന്ന് പറയും. ഡീ ഇങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർബൺ ആണല്ലോ, മഷി കൊണ്ടാണല്ലോ പത്രം അടിക്കുന്നത്. ആദ്യം ഇത് അരച്ച് ഇതിനകത്തെ കാർബൺ മുഴുവൻ വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്, ഡീ ഇങ്കിങ്. അത് കഴിഞ്ഞാൽ ഇത് പിന്നെ കടലാസ് ആക്കുമ്പോഴത്തേക്ക് കാർബൺ ഇല്ല അതിനകത്ത്. അതുകൊണ്ടാണ് റീസൈക്കിൾ ചെയ്ത പേപ്പറും വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഡീ ഇങ്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പിന്നീട് അതിനകത്തൊന്നും എഴുത്ത് കാണത്തില്ല, പിന്നെ എന്തില്ല, റൈറ്റിങ്സ് ഇല്ല. എന്ന് പറഞ്ഞതുപോലെ സാത്താൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് ഈ ബോണ്ട് വാങ്ങിച്ചിട്ട് ചെയ്തത്, ഞാൻ എഴുതി കൊടുത്ത എൻ്റെ ഒപ്പമുള്ള ബോണ്ടിലെ ലെറ്റേഴ്സ് മുഴുവൻ കർത്താവ് എന്ത് ചെയ്തു? വലിച്ചെടുത്തു. ഡീ ഇങ്ക് ചെയ്തത് എന്തോ കൊണ്ടാണെന്നറിയാമോ? അവൻ്റെ രക്തം കൊണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും സാത്താൻ ഒരുപക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് പറയും, സാജു ഉണ്ടല്ലോ, അവൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിൻ്റെ വകയാണ്. പക്ഷേ ഞാൻ നീതിയുള്ള ദൈവമായതുകൊണ്ട് എനിക്ക് പ്രൂഫ് വേണം. അവനത് ചെയ്തെങ്കിൽ, അവൻ നിനക്കൊരു ബോണ്ട് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ബോണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴാണ് ഇവൻ്റെ പ്രശ്നം. കാര്യം ഇവൻ്റെ ഇപ്പോൾ എന്തില്ല? ആ ബോണ്ട് ഇല്ല. അതെവിടെയാണ്? കാൽവറി ക്രൂശിൽ യേശു കർത്താവ് അത് നടുവിൽ തറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവനങ്ങോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല. അവനൊരു പക്ഷേ പറഞ്ഞേക്കും, അവിടെ ഉണ്ട്, അവിടെ കിടപ്പുണ്ട്. ക്രോസ് എന്ന് അവനൊരു പക്ഷേ ആ വാക്ക് പോലും അവൻ ഉപയോഗിക്കത്തില്ലായിരിക്കും. അവിടേക്ക് നോക്കി സ്വർഗ്ഗസപിതാവ് പറയുന്ന ഒരു വാക്കുണ്ട്, അവിടെ ഒരു കടലാസ് കഷണം ഞാൻ കാണുന്നുണ്ട്, പക്ഷേ അതിൽ എഴുത്തൊന്നുമില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ പുത്രൻ്റെ രക്തം മാത്രമാണ്. അതാണ് ശരിക്കും അദൃശ്യ ലോകത്തിൽ നടന്നത്. ദൃശ്യലോകത്തിൽ തൂങ്ങിയാടുന്ന യേശുവിനെയാണ് കാൽവറി ക്രൂശിൽ കണ്ടതെങ്കിൽ, അദൃശ്യ ലോകത്തിൽ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റാണ് അവിടെ തൂങ്ങിക്കിടക്കുന്നത്. അത് അദൃശ്യ ലോകത്തിലേക്ക് കയറുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കാണാൻ പറ്റൂ. ദൃശ്യലോകത്തിലുള്ള ഒരു വ്യക്തി നോക്കുമ്പോൾ കാൽവറി ക്രൂശിൽ മരിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ തൂങ്ങിയാടുന്ന യേശു കർത്താവ്, നസറത്തിലെ തച്ചനായ യേശു കർത്താവ്. പക്ഷേ അദൃശ്യ ലോകത്തിൽ പൗലോസ് വിശ്വാസത്തിൻ്റെ തേരിൽ കയറി ആ ദിവസങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ, സൃഷ്ടിയുടെ ആദ്യ ദിനങ്ങളിലേക്ക് ഉൽപ്പത്തി പുസ്തകം എഴുതിയ വ്യക്തി കടന്നു ചെന്നതുപോലെ, കാൽവറി ക്രൂശിലെ ക്രൂശീകരണ സമയത്ത് അദൃശ്യ ലോകത്തിൽ എന്ത് നടന്നുവെന്നറിയാൻ പൗലോസ് കയറി ചെന്ന് നോക്കിയപ്പോൾ കണ്ടതെന്താണ്? അവിടെ കിടക്കുന്നത് യേശുവിൻ്റെ ശരീരമല്ല, പ്രത്യുത എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ ലിസ്റ്റ്, ഞാൻ പിശാചിന് ബോണ്ട് എഴുതി കൊടുത്ത ബോണ്ടാണ് അവിടെ കിടക്കുന്നത്.